ഇന്നത്തെ എൻ്റെ ക്രോഷ്യ പ്രോജക്റ്റ് ഹെലിക്കോണിയ എന്ന് പേരുള്ള ഈ ഫ്ലവറാണ് കേട്ടോ. അപ്പം ഞാനൊരു 3 ഇതാണ് അതിൽ ചെയ്തിട്ടുള്ളത്. ഇത് ഏറ്റവും ടോപ്പിൽ വരുന്നത് കൊണ്ട് ഇത് വിരിഞ്ഞിട്ടില്ല. വിരിയുമ്പോഴാണ് ഇതിനകത്തുള്ളത് നമുക്ക് പുറത്തോട്ട് കാണുള്ളൂ. അപ്പോൾ ഇത് അടങ്ങിയിരിക്കുന്നു. പിന്നെ 2 വിരിഞ്ഞിട്ടുള്ള ഇതളുകളാണ് കാണുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഈ വാഴയുടെ ഉള്ളിലത്തെ വാഴക്കുടപ്പൻ്റെ ഉള്ളിലത്തെ പൂവുണ്ടല്ലോ, തേനുള്ള ഭാഗം, അതുപോലെയുള്ള 2-3 എണ്ണമാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു എംബ്രോയ്ഡറി യാൺ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. എംബ്രോയ്ഡറി നൂല് കൊണ്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. നമ്മുടെ വാഴക്കുടപ്പൻ്റെ ഉള്ളിലൊക്കെ ഈ തേനുണ്ടാവുന്നൊരു പോർഷൻ ഉണ്ടല്ലോ, അതുപോലൊരു സംഭവമാണ് ഈ പൂവിൻ്റെ ഉള്ളിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം അതൊരു 3 എണ്ണം അല്ലെങ്കിൽ 4 എണ്ണമൊക്കെയാണ് ഒരു പൂവിൻ്റെ ഉള്ളിൽ സാധാരണ കാണാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ എനിക്ക് ഉണ്ടാവുക. ഇതിൻ്റെ മേലെ ഇപ്പുറത്തെ കവറിങ്ങായിട്ട് റെഡ് കളറിൽ യെല്ലോ കളറിലൊക്കെയാണ് ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവാറുള്ളത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എംബ്രോയ്ഡറി നൂല് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. കാരണം ഇതിൻ്റെ കറക്റ്റ് ഒരു സൈസ് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഇത് വളരെ തിന്നായിട്ട് വളരെ ചെറിയ നൂലാണ്. നമ്മൾ ഡ്രസ്സിനൊക്കെ തുന്നാൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ ചെറിയ നൂലാണ് കേട്ടോ. പിന്നെ 1 mm ഹുക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബിഗിനർ ഫ്രണ്ട്ലി ഒന്നുമല്ല, അത്ര എളുപ്പത്തിൽ ചെയ്യാനൊന്നും പറ്റില്ല. ഇത് വളരെ ചെറിയ നൂലാണല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുന്നു. നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. 17 എണ്ണമാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കി ചെയ്യാം. 1 2 3 4 5 6 17. ഇപ്പം 17 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിൽ 15 എണ്ണത്തിനാണ് വർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യ വേണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 സ്റ്റിച്ചിനെ സ്കിപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഈ 17ഉം 16ഉം പൂവും ഇനി 15 എണ്ണമാണുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്നുള്ള എല്ലാത്തിനും നമുക്ക് ഡബിൾ ക്രോഷ്യേഴ്സ് ആണ് വേണ്ടത്. അവസാനത്തെ 2 സ്റ്റിച്ച് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമുക്ക് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ചസൊക്കെ ചെയ്യാനായിട്ട് എളുപ്പമാണ്. നമ്മൾ വൂളൻ യാൺ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാം കേട്ടോ. ഇത്രയുടെ സൈസ് തോന്നും, അത്രേ ഉള്ളൂ. അറ്റം വരെ ചെയ്തിട്ട് കാണാം. അത് നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 ലാസ്റ്റ് സ്റ്റിച്ചിലും ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇനി നമുക്ക് 3 ചെയിൻ സ്റ്റിച്ച് വേണം. അപ്പോൾ ഈ ടെയിലുണ്ടല്ലോ, അതിനൊന്ന് ഇങ്ങോട്ട് മടക്കി വയ്ക്കുക. ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തു. ഇനിയിപ്പോൾ അത് ബാക്കിലാണല്ലേ, ബാക്കിൽ നിന്ന് അതിനൊന്ന് നമുക്ക് ഫ്രണ്ടിലോട്ട് മടക്കി വയ്ക്കാം. വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇതിനെ നമുക്ക് ഒന്നുകൂടെ ബാക്കിലോട്ട് മടക്കി വയ്ക്കാം. ഒരു ചെയിൻ സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുത്തു. 3 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ചെയിൻ സ്റ്റിച്ചിൽ കൂടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ആദ്യം ചെയ്ത സിംഗിൾ ക്രോഷ്യയുടെ 2 ലൂപ്പുകളാണ് ഈ കാണുന്നത്. അതിൽ കൂടെ നമുക്ക് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി രണ്ടാമത് ചെയ്ത സിംഗിൾ ക്രോഷ്യയ്ക്കും ഇവിടെ ഒരു ലൂപ്പ് കാണാം.
അതിൽ കൂടെ നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ദാ ഒരു പോർഷൻ ഇങ്ങനെ വളഞ്ഞിട്ട് കിട്ടി. ഇനി നമുക്ക് ഇവിടെ എല്ലാം നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തെല്ലാം നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ തന്നെ ചെയ്യാം. ആദ്യത്തേൽ മാത്രം നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. നോക്കൂ, ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷ്യ ചെയ്തിട്ടുള്ള സംഭവം. അതിൻ്റെ അടിയിൽ കൂടെയാണ് ഹുക്ക് എടുത്തിട്ടുള്ളത്. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് ആദ്യം തന്നെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് യാൺ ഓവർ ചെയ്തു. പിന്നെ ഇതിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. യാൺ ഓവർ ചെയ്യാം. ഇതിൻ്റെ അടിയിൽ കൂടെ എടുക്കുന്നു. ഓക്കെ, കണ്ടോ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. ഒന്നാമത്തതിൽ ചെറിയ നൂലുമാണ്. ശരിക്കും നമുക്കൊരു ഒറിജിനാലിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ചെറിയ നൂലുകളാണ് ഫ്ലവേഴ്സിനൊക്കെ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് ട്രൈ ചെയ്യുന്നത്. തുടങ്ങിയതിന് ശേഷമുള്ള 60ാമത്തെ വീഡിയോ ആണ് കേട്ടോ. എനിക്ക് അങ്ങനെ ഞാൻ വിചാരിച്ച രീതിയിലുള്ള ഹൈപ്പൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ക്രോഷ്യ അഡിക്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഞാൻ ലാസ്റ്റത്തെ ഒരെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു കേട്ടോ. ഇനി അവസാനത്തെ ഒരെണ്ണം ഉണ്ട്. അതിനകത്ത് ഞാനിവിടെ ഒരു സിംഗിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു പോർഷൻ കൂടി ഉണ്ട്. ഒരു ചെറിയ പീസ് വയറ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഇതിനകത്ത് കൂടെ ഒന്ന് കടത്താം. മൈ ഗോഡ്, ഇതിൻ്റെ സ്റ്റിച്ച് തന്നെ വിട്ടുപോയി. അപ്പം ഇതിനൊന്ന് നല്ല പോലെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ കണ്ടോ, പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കണേ. ഇനി നമുക്ക് ഈ വയറിങ്ങനെ വെച്ച് അതിൻ്റെ ബാക്കിൽ കൂടെയാണ് യാൺ എടുക്കുന്നത് കേട്ടോ. ഇനി ഈ വയർ എവിടെയാണോ വെച്ചത് അതേ സ്റ്റിച്ചിൽ തന്നെയാണ് നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തത്. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്തിട്ട് വയറിനെ നീക്കി വെച്ച് അതിൻ്റെ പുറത്തു കൂടിയാണ് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടത് കേട്ടോ. ഇനി ഇവിടെ ഇതുപോലെ തന്നെ 3 പ്രാവശ്യം കൂടി സെയിം സ്റ്റിച്ചിൽ ചെയ്യണം. യാൺ ബാക്കിൽ കൂടി എടുക്കുന്നു. ഈ വയർ വെച്ച സെയിം സ്റ്റിച്ചിൽ തന്നെ നമുക്ക് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുന്നു. ഇതിനൊന്ന് നീക്കി വെച്ചതിന് ശേഷം അതിൻ്റെ പുറത്ത് ഈ സൈഡിൽ കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഒരു തവണ കൂടി ചെയ്യാം. കമ്പി അങ്ങോട്ട് നീക്കി വെച്ചു. ഓക്കെ, അതായത് ഇത് അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഐറ്റം അല്ല, ഒന്നൊരു ചെരിവുണ്ട്. അപ്പോൾ ആ ചെരിവ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കൊരു കുറച്ച് സ്ലിപ്പ് സ്റ്റിച്ചുകൾ ഇട്ട് കൊടുക്കാം. ഇത്തവണ ഇപ്പുറത്ത് കൂടെ ചെയ്തു. അതുപോലെ കമ്പിയുടെ പുറത്ത് കൂടെ ചെയ്യുന്നു. കമ്പിയുടെ ഫ്രണ്ടിൽ കൂടെ വീണ്ടും ചെയ്യുന്നു. അപ്പോൾ അത് ടൈറ്റ് ആയിക്കോളും. ഒരു 5 ടൈംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ടൈറ്റ് ആയിക്കോളും കേട്ടോ. ഇനി നമുക്കൊന്ന് നീട്ടിയെടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റി വലിച്ചു കഴിഞ്ഞാൽ ടൈറ്റായി കണ്ടോ. അതായത് നമുക്കിത് കണ്ടോ ഒന്നിങ്ങനെ ചിരിഞ്ഞ് വളഞ്ഞൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിവിടെ നമുക്ക് പുറത്ത് ഈ യാണിനെ നമുക്കിവിടെ നിന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ബാക്കി കഥ പറയാം. ഇനി ഇതിൻ്റെ പുറത്ത് കൂടെ ഒരു ലൈൻ കണ്ടു. അപ്പോൾ അത് ഇങ്ങനെ മടങ്ങിയാണ് ആദ്യം ഇരിക്കുക. അപ്പോൾ നമുക്കറിയാം വാഴയുടെ
കുടപ്പൻ്റെ ഉള്ളിൽ വരുന്ന തേനുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് ഇതുപോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. ഇനി ഇതിനുള്ളിൽ ഒരു പാട പോലെ ഒരു സംഭവം കൂടെ ഉണ്ടാവും വാഴക്കുടപ്പനാണെങ്കിൽ, അതിനകത്താണ് തേനുണ്ടാവുക. ഈ പൂവിനകത്ത് തേനൊന്നുമില്ല, സ്മെല്ലൊന്നുമില്ല, പക്ഷേ ഇതുപോലെ വിടർന്നൊരു പോർഷനായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ഒന്നിങ്ങനെ ചെരിഞ്ഞ്, എനിക്കിത് കൂടുതലും കാണുമ്പം ഇത്രയും ഉണ്ടാക്കി കഴിഞ്ഞ് വന്നപ്പോൾ ഇതിനെ കാണുമ്പോൾ ഈ മറ്റേ സീ ഹോഴ്സിനെയൊക്കെ ഉണ്ടാക്കിയ പോലെയാണ് കാണുമ്പോൾ തോന്നുന്നത്, ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ. ഇതാണ് ഇതിൻ്റെ ഷേപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇതിങ്ങനെ ഇരിക്കുന്നത് ഒരെണ്ണം വിരിഞ്ഞതിന് ശേഷം മറ്റത് വിരിയത്തുള്ളൂ. ഇങ്ങനെ ആയിട്ട് നിൽക്കും. ചിലപ്പം ഇതിനേക്കാൾ സാധാരണ ഒരു 3 എണ്ണമൊക്കെ കാണാറ്, ചിലതിനുള്ളിൽ 4 എണ്ണോ 5 എണ്ണമൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഈ വിരിഞ്ഞ് വരുന്ന പൂവിൻ്റെ സൈസിനനുസരിച്ച് വ്യത്യാസം കാണാറുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ പുറകിൽ വരുന്ന ഈ ഒരു റെഡ് കളറിലുള്ള പോർഷനാണ് കേട്ടോ വരുന്നത്. ഈ ഒരു റെഡ് കളർ അല്ലെങ്കിൽ ചിലപ്പോൾ യെല്ലോ കളറിലൊക്കെ കാണാറുണ്ട്. ഇതാണ് ഇതിനകത്ത് കൂടുതൽ ഭംഗി കൊടുക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെയായിരിക്കും ഇതിനകത്തിരിക്കുന്നത്. നിങ്ങളിപ്പോൾ ഈ പൂവ് ഇങ്ങനെ കാണുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് ഇതാണല്ലേ ഈ സംഭവം എന്നുള്ളതൊരു നമുക്ക് കത്തത്തുള്ളൂ അല്ലേ. മറ്റതൊക്കെ നമുക്ക് ഫ്ലവേഴ്സ് റൗണ്ടായിട്ടോ അല്ലെങ്കിൽ പെറ്റൽസ് ആയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊരു കുറച്ച് വ്യത്യസ്തമാണ്. ഇതുപോലെ തന്നെ നമുക്ക് വാഴയുടെ പോലെയുള്ള, അതായത് ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടല്ലോ, വാഴ പോലെ നിൽക്കുന്നത്, അതൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും നമുക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതിങ്ങനെ താഴോട്ട് തൂങ്ങി കിടക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ നമുക്കിത് ചെയ്യാം. അതിനും ഞാനൊരു ഇതേ സൈസിൽ തന്നെയുള്ള റെഡ് കളറിലുള്ള യാണാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതുപോലത്തെ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിനും നമുക്കൊരു തിന്നായിട്ടുള്ള വയറ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ വയറ് എടുത്ത് വയ്ക്കുകയാണ് ആദ്യം തന്നെ. ഓക്കെ, ഇനി നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇത് നോക്കൂ, സെയിം ഒരു ബോൾ തന്നെയാണ് വരുന്നത്. ഇതുപോലെ ആയിരിക്കും മിക്കവാറും ഈ എംബ്രോയ്ഡറി യാൺസ് ഉണ്ടാവാറുള്ളത് കേട്ടോ. നമുക്ക് ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നു. നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം. എനിക്ക് ഒരു 30 ചെയിൻ സ്റ്റിച്ചാണ് വേണ്ടത് കേട്ടോ. പരമാവധി സ്റ്റിച്ചസുകൾ അടുപ്പത്തിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണേ. ഞാനിവിടെ ഒരു 30 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആദ്യത്തെ 2 സ്റ്റിച്ചിനെ നമുക്ക് ഇതിനകത്തുനിന്ന് ഒഴിവാക്കാം. 2 അല്ല, ഒരു 3 സ്റ്റിച്ച്. ആദ്യത്തേത് 1 2 3 സ്റ്റിച്ച് കഴിഞ്ഞ് 4ാമത്തെ തൊട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ആദ്യം വേണ്ടത് ഡബിൾ ക്രോഷയാണ്. ഒന്ന്, രണ്ട്. രണ്ട് ഡബിൾ ക്രോഷയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഒരു 10 സ്റ്റിച്ചിന് നമുക്ക് ട്രിപ്പിൾ ക്രോഷയാണ് വേണ്ടത്. അതായത് 2 തവണ നമുക്ക് യാൺ ഓവർ ചെയ്യണം. അടുത്ത സ്റ്റിച്ച് മുതൽ നമുക്ക് ട്രിപ്പിൾ ക്രോഷയാണ് വേണ്ടത് കേട്ടോ. 10 സ്റ്റിച്ചിൽ നമുക്ക് ട്രിപ്പിൾ ക്രോഷേ വേണം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്നൊന്നും ഞാൻ പ്രത്യേകം അറിയുന്നില്ല, കാരണം ഇതൊക്കെയും ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസ് ആണ്. ഇത് അറിഞ്ഞവർക്ക് മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ക്രോഷേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്രോഷയുടെ ബേസിക് സ്റ്റിച്ചസൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവർ അതൊക്കെ ഒന്ന് നോക്കുക, എന്നിട്ട് പ്രോജക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക. നമുക്ക് അടുത്തതായിട്ട് ഒരു 10 സ്റ്റിച്ചിൽ ഞാനിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രിപ്പിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്.
ഇനി വരുന്ന 10 സ്റ്റിച്ചിൽ നമുക്ക് ഡബിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തവണ യാൺ ഓവർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, 10 സ്റ്റിച്ചിൽ നമുക്ക് ഡബിൾ ക്രോഷേ ചെയ്യാം, ശ്രദ്ധിക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റിച്ച് മാർക്ക് ഇട്ട് കൊടുക്കാം, അപ്പുറത്തെ സൈഡ് ചെയ്ത് വരുമ്പോൾ അറിയാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എണ്ണി ചെയ്യാം. ഞാൻ കൂടുതൽ എണ്ണി ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. ബിക്കോസ് ഒരു കോൺസെൻട്രേഷൻ ഉണ്ടാകാനായിട്ട് നല്ലൊരു സംഭവമാണ് കേട്ടോ അത്. നാല് 1 2 3 4 5 6 7 8 9 10. നിങ്ങളിപ്പോൾ വിചാരിക്കേണ്ടാവും സാധാരണ യാണിൽ ചെയ്യുമ്പോൾ തന്നെ ഒന്നും കാണത്തില്ല, പിന്നെ ഇങ്ങനെയാണ് ഇതിൽ നമുക്ക് ചെയ്യുന്നതെന്നുള്ളതല്ലേ. കാണാനും ബുദ്ധിമുട്ടാണ്, വീഡിയോയിൽ കാണാനും കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്. അപ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന് നല്ല റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുവരെയും എൻ്റെ ഹാർഡ് വർക്കിന് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫലമൊന്നും കിട്ടിയിട്ടില്ല, ഇനിയെങ്കിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് 6 സ്റ്റിച്ചസ് ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ 10 എണ്ണം കഴിഞ്ഞില്ലേ. നമുക്കിനി എന്ത് ചെയ്യാം, ഇതിനകത്ത് സിംഗിൾ ക്രോഷേ ചെയ്യാം. അല്ല സോറി, ഒരു 3 സ്റ്റിച്ചിനകത്ത് നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. വലുതിൽ നിന്ന് ചെറുതിലോട്ടല്ലേ പോകണ്ടേ, ചെറുതിൽ നിന്ന് വലുതിലേക്ക്. 1 2 3. ഓക്കെ, ഇനി നമുക്ക് 3 സ്റ്റിച്ചസ് ഉണ്ട്. നമുക്ക് ഇതിനകത്തെല്ലാം സിംഗിൾ ക്രോഷേസ് ചെയ്യാം. 1 2. ഈ ലാസ്റ്റിൽ വരുന്ന സ്റ്റിച്ചിൽ നമുക്കൊരു 3 സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാവേ. ഇങ്ങനെ എടുത്ത് ഈ കാണുന്ന വാലിനെ ഒന്ന് ബാക്കോട്ട് വെച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരെണ്ണം ചെയ്തു, 2 എണ്ണം ചെയ്തു. സെയിം സ്റ്റിച്ചിൽ കൂടെ തന്നെ നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. ഓക്കെ, 3. ഇനി നമുക്ക് ഇവിടെ ചെയ്ത അതേപോലെ റിവേഴ്സായിട്ട് അപ്പുറത്തെ സൈഡിലോട്ടും ചെയ്ത് കൊടുക്കാം. ആദ്യം സിംഗിൾ ക്രോഷേ, 1 2 3. ഇനി നമുക്ക് ഈ വാലിനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷേ 3 എണ്ണം ചെയ്യാം. ഈ സ്റ്റിച്ചസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ എന്തോ. വീഡിയോ എടുക്കുമ്പോൾ അറിയത്തില്ല, എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളത് ശ്രദ്ധിക്കുന്നത്. ഇനി 10 ഡബിൾ ക്രോഷേ 10 ട്രിപ്പിൾ ക്രോഷേ ലാസ്റ്റ് വരുമ്പോൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് വരത്തേക്ക് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. 10 ട്രിപ്പിൾ ക്രോഷേ വരെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി 2 ഡബിൾ ക്രോഷേ കൂടെ ചെയ്യണം. അതായത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഡബിൾ ക്രോഷേയിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ.
അപ്പോൾ ഇവിടെയും ലാസ്റ്റ് എൻഡിലേക്ക് വരുമ്പോൾ 2 ഡബിൾ ക്രോഷ്യ വേണം. 1 2. ഇനി സ്റ്റാർട്ടിൽ നമുക്ക് ഒരു 3 ചെയിൻ സ്റ്റിച്ച് വിട്ടിട്ടാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്ത് തുടങ്ങിയത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടോ? എന്നിട്ട് നമ്മുടെ ഈ ടോപ്പിൽ വരുന്ന ടോപ്പിൽ സ്റ്റിച്ച് ഉണ്ട് നോക്കുക. അതിൽ കൂടെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കറക്റ്റായിട്ടുള്ളതിൽ അല്ല വന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഷേപ്പ് അവിടെ കിട്ടും. കണ്ടോ? ഇങ്ങനെ. ഇനി നമുക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടേക്കാം. ഇനി ഈ ചെയിൻ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വയർ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. ഇവിടെ നമുക്ക് ചെയിൻ സ്റ്റിച്ചുകളുണ്ട് കേട്ടോ. 3 ചെയിൻ സ്റ്റിച്ചാണ് സ്റ്റാർട്ടിങ്ങിൽ അവിടെ നിൽക്കുന്നുണ്ടാവുക. നമുക്കിനി എല്ലാത്തിലും ബാക്ക് ലൂപ്പാണ് ചെയ്യാനുള്ളത്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനെ 2 ലൂപ്പുകളാണ് ഉള്ളത്. ഇവിടെ അറിയില്ല, കണ്ടു? ഇങ്ങനെ 2 ലൂപ്പാണുള്ളത്. അതിൽ ഈ ആദ്യത്തെ ലൂപ്പിനെയാണ് നമുക്ക് ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്കിൽ വരുന്നതിനാണ് നമുക്ക് ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിൽ കൂടെയാണ് ഇനി എല്ലാതും ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാതും ഇനി അതിൽ കൂടെയാണ്. ഞാനിവിടെ ഈ ആദ്യത്തെ 3 ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവിടെ കാണിക്കാത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. 1 2 3. അപ്പോൾ ഞാൻ അവിടെ 3 ചെയ്തു. ഇനി അടുത്തത് നിങ്ങളൊന്ന് നോക്കൂ. കണ്ടോ? അപ്പോൾ ഇത് ബാക്ക് ലൂപ്പാണ് വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നി ഈ വയറും ഈ തിന്നായിട്ടുള്ള നൂലും എല്ലാം കൂടെ എങ്ങനെയാണ് ഭംഗി ഉണ്ടാവുക എന്നുള്ളത്. വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ കാണാം കേട്ടോ. കുറച്ചുകൂടെ അടുപ്പിച്ച് വെച്ചിട്ട് ചെയ്യാനായിട്ട് നോക്കുക. കമ്പീനെ ബാക്കിലോട്ട് വെക്കുക. കണ്ടോ? നമുക്ക് 2 ലൂപ്പുകൾ ഇവിടെ ഉണ്ട്. അതിൽ ബാക്കിൽ കൂടെ മാത്രമാണ് ഞാനിവിടെ ചെയ്യുന്നത്. കണ്ടില്ലേ? ഈ വയറിൻ്റെ അറ്റം സ്റ്റാൻഡിൽ കിടന്ന് അടിക്കുന്ന ശബ്ദമാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാം. ലാസ്റ്റ് സ്റ്റിച്ചിൽ ഇവിടെ വരെ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ ഇവിടെ വരെ ഞാൻ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിന് നമുക്ക് 2 സ്റ്റിച്ചസാണ് ഇനി ലാസ്റ്റിനുള്ളത് കേട്ടോ. ഈ ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതിൽ ഹാഫ് ഡബിൾ ക്രോഷ്യാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ബാക്ക് ലൂപ്പിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി 1 2 വാ ഇങ്ങോട്ട് 3 4 5 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി ഞാനിവിടെ ആദ്യത്തെ സ്റ്റിച്ചിൽ കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള സംഭവങ്ങളാണ്, നമ്മൾ സാധാരണ ചെയ്യാറുള്ളത് തന്നെയാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റിച്ചിൽ, രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ ആയിരിക്കും അത്, ആദ്യം നമ്മൾ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ. സിംഗിൾ ക്രോഷ്യ. അടുത്ത സ്റ്റിച്ചിലും നമുക്ക് സിംഗിൾ ക്രോഷ്യ. അടുത്ത സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ 5 ചെയിൻ സ്റ്റിച്ചിൻ്റെ ഭാഗം തീരുമാനമായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ 3 ലൂപ്പുകൾ ഇവിടെ കിടപ്പുണ്ട്. കണ്ടോ? അതിൽ കൂടെ ഒന്ന് ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്ത് എടുത്തോടെ വയ്ക്കുക.
ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റിച്ച് ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് ലൂപ്പിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് എടുക്കുക. കണ്ടോ? അയ്യോ, ബാക്ക് ലൂപ്പ് എടുത്തു. ഇനി നമുക്കൊരു ഡബിൾ ക്രോഷേ അങ്ങ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? ഇനി ഒന്നും പേടിക്കേണ്ട. അടുത്ത സ്റ്റിച്ചിൽ ബാക്ക് ലൂപ്പിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നു, സിംഗിൾ ക്രോഷേ ചെയ്യുന്നു. ഇവനാണ് നമ്മുടെ ഇതിൻ്റെ ടോപ്പ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിങ്ങനെ ചെരിഞ്ഞാണ് ഇരിക്കുക. നിവർന്നൊന്നും നീളത്തിലൊന്നും പെറ്റൽ നീളത്തിലൊന്നും അല്ല ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി വീണ്ടും നമ്മുടെ അതേ പരിപാടി തന്നെ ബാക്ക് ലൂപ്പ് നോക്കി സിംഗിൾ ക്രോഷകൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തന്നെ നിന്നോളും. അറ്റം വരെ നമുക്ക് ചെയ്യാം. ഇവിടെ അറ്റം വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ പോലെ ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഉണ്ട്. ഇവിടെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്യണോ എന്ന് സംശയം തോന്നും. അങ്ങനെയൊന്നും വേണ്ട. എല്ലാ ചെയിൻ സ്റ്റിച്ചിൻ്റെയും ബാക്ക് ലൂപ്പ് നോക്കി നമുക്കങ്ങ് സ്റ്റിച്ചസ് സിംഗിൾ ക്രോഷേഴ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അവിടെ നമുക്ക് സ്പെഷ്യലായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല. മറ്റുള്ളവരെ പോലെ തന്നെ അങ്ങ് ട്രീറ്റ് ചെയ്തേക്കാം അല്ലേ. ഇനി നമുക്ക് ആദ്യത്തത് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കണ്ടോ, അതിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നമുക്കിവിടെ ഒന്ന് അവസാനിപ്പിക്കണ്ടേ ഇതിന്. പിന്നെ ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ വയറിന് ഇത്രയും നീളം വയ്ക്കുന്നില്ല. അത്രയും നീളത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, കുറച്ചൊന്ന് ചുറ്റിയാൽ മതിയാവേ. ഒരു സമാധാനത്തിന്, ഇനി അത് പോരത്തില്ല എന്നുള്ളൊരു ഉറപ്പിന് വേണ്ടി ചുറ്റി വയ്ക്കുക. അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെലിക്കോണിയയുടെ പെറ്റൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഈ അറ്റം ഭയങ്കര ഷാർപ്പായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അതിപ്പോൾ ഞാൻ മടക്കി വെച്ചതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് അടഞ്ഞ പോലെ ഇരിക്കും, ഇവിടെ ഇട്ട് തുറക്കും. നല്ലപോലെ വിരിയുമ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് ഓപ്പൺ ആവും, പക്ഷേ ഒരുപാടൊന്നും അങ്ങനെ വിരിഞ്ഞ് വരത്തില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഹെലിക്കോണിയയുടെ പെറ്റൽ. ഇനി ഇതുമ്പോൾ നമുക്ക് അങ്ങനെ ലിൻറ്റുകളൊന്നും ഉണ്ടാവാറില്ല സാധാരണയായിട്ട്. സോ നമുക്കിതിനെ ചൂടാക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇത് എംബ്രോയ്ഡറി ഞാനായതുകൊണ്ട് നമ്മൾ ലിൻറ്റൊന്നും അത്ര അധികം കാണത്തില്ല. കണ്ടില്ലേ? ഇനി നമുക്കിതെന്ത് ചെയ്യാം, നമ്മുടെ സ്ട്രൈറ്റ്നർ ഒന്ന് വെച്ചിട്ട് നമുക്കൊന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അകലമായിട്ട് കാണുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറച്ചുകൂടെ അടുത്തടുത്ത് കിട്ടും. അടുത്തടുത്ത്, അതായത് ഒന്നുകൂടെ പതിഞ്ഞിരിക്കുമ്പോൾ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ അത്രയും ചെയ്തിട്ട് നമുക്കിനി കാണാം. എല്ലാ ഐറ്റംസുകളും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇത് 2 എണ്ണം ഞാൻ 30 ചെയിൻ സ്റ്റിച്ചിൽ ഞാൻ ട്യൂട്ടോറിയൽ കാണിച്ച പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ 20 ചെയിൻ സ്റ്റിച്ചിലാണ് ചെയ്തത്. അപ്പം 20 ചെയ്യുമ്പം ആദ്യം 2 നമുക്ക് ഡബിൾ ക്രോഷേ, പിന്നെ 5 ട്രിപ്പിൾ ക്രോഷേ, 5 ഡബിൾ ക്രോഷേ. അതിനുശേഷം നമുക്ക് 3 ഹാഫ് ഡബിൾ ക്രോഷേ, പിന്നെ 2 സ്റ്റിച്ചസ് ഉണ്ടായിരിക്കും. അതിനകത്ത് നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സൈസ് കുറയ്ക്കുന്നതിനനുസരിച്ച് സ്റ്റിച്ചിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ടോപ്പിൽ വരാനാണ് ചെയ്യുന്നത്. താഴെ വരുന്നതൊക്കെ കുറച്ചുകൂടി വിടർന്നിരിക്കും. അതുപോലെ ടോപ്പിൽ വരുമ്പോൾ അധികം വലിപ്പം ഉണ്ടാവില്ല, അധികം വിടർന്നിരിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള ഒരു വയറാണ് എടുത്തിട്ടുള്ളത്, കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക്
ഒരെണ്ണത്തിൽ 3 എണ്ണം വെച്ചിട്ട് ചെയ്യാം. ഒരെണ്ണം എടുത്ത് അതിൻ്റെ കുറച്ചൊന്ന് ഇറക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇതാ കുറച്ചുകൂടെ ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ. നമുക്കിവിടെ കമ്പികളുണ്ടല്ലോ, അത് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ പിരിച്ചേക്കാം, കൂട്ടി പിരിച്ചേക്കാം കേട്ടോ. ഒന്ന് ഷേപ്പ് ഒന്ന് റെഡിയാക്കി കൊടുക്കുക. ഇതിങ്ങനെയാണ് ഇരിക്കും, വിടർന്ന് ഇരിക്കും. ഇനി ഇതിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. വെക്കാം മാത്രമല്ല ഇവിടെയും നമുക്ക് കമ്പിയുണ്ട്, അപ്പോൾ ഒന്ന് ജസ്റ്റ് പിരിച്ചു കഴിഞ്ഞാൽ അവരങ്ങനെ ഇരുന്നോളും അല്ലേ, ഓക്കെ ആയിട്ട് ഇരിക്കും. ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ വരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തും ചെയ്യാൻ പോവാണ്. ഇത് വളരെ തിന്നായിട്ടുള്ള വയറാണ്, അപ്പോൾ സുഖമായിട്ട് ഇങ്ങനെ പിരിക്കാനും എല്ലാം എളുപ്പമാണ് കേട്ടോ. ഇതിലും ചെറിയ സൈസൊക്കെ ഉണ്ട്, പക്ഷെ അത് നോക്കണ്ട. ഓക്കെ, ഇനി ഞാൻ ഇവരെ ഇതിനകത്ത് വയ്ക്കുന്നു. ഇത് സിമ്പിളാണ്, വലിയ ബുദ്ധിമുട്ടുള്ള ഏർപ്പാടല്ല കേട്ടോ. ഇപ്പം 2 ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇതൊരു തണ്ടിലേക്ക് വരുന്നതാണ് കേട്ടോ, ഇങ്ങനെ 2 എണ്ണം ചെയ്തിട്ടുള്ളത്. ഇനി ആളൊറ്റയ്ക്കാണ്, ആളെ കൂടെ വേറെ ആരും ഇല്ല, കാരണം ഏറ്റവും ടോപ്പിൽ വരുമ്പോൾ ഇത് അടഞ്ഞിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് നമുക്ക് പുറത്തോട്ട് അങ്ങനെ കാണില്ല, അതുകൊണ്ടാണ് ഞാൻ ചെറിയ സൈസിൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്കിനി ഇവിടെ ചുറ്റാം. ഇത്തവണ ഞാൻ വൂളൻ ഞാനാണ് എടുത്തിട്ടുള്ളത്. ഇത് തിന്നായിട്ടുള്ള തിന്നായിട്ടുള്ള വൂളനാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കാം. ടോപ്പിൽ അങ്ങ് നിൽക്കും. നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തേക്കാം. ഇത് ഞാൻ പിശുക്കാണ്, ബിക്കോസ് ഇത് കഴിഞ്ഞു, അത്യാവശ്യമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആയിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ചുറ്റി തുടങ്ങാവേ. ഇതിൻ്റെ തണ്ടിൽ ചില സ്ഥലത്തൊരു ചെറിയ റെഡിഷ് കളറ് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് രണ്ടും ചെയ്യാൻ പറ്റത്തില്ല. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കെച്ചോ അല്ലെങ്കിൽ ക്രയോൺസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെറിയൊരു കളറ് നമുക്ക് ഷെയ്ഡ് കൊടുക്കാൻ പറ്റുമേ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത പെറ്റലല്ല പൂവ് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിങ്ങനെ വളഞ്ഞ നിൽക്കുക. ഇതിനകത്ത് ഒരെണ്ണം കൂടിയും വയ്ക്കാം. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നില്ല, കുറച്ചുകൂടെ ഒന്ന് ചുറ്റാണ്. ഓക്കെ, ഇനി ഈ പൂവിൻ്റെ ഇരിക്കുന്നത് ഇതുപോലെ ഇരിക്കുക, ഉള്ളിലോട്ട് കേട്ടോ, പുറത്തേക്കല്ല നിൽക്കുക. ഞാനിവിടെ ചുറ്റാൻ പോവാണ്. ഇത് ചുറ്റി കഴിഞ്ഞിട്ട്